മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ മത സാമുദായ സംഘടനകൾ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 3:30 ആയിരങ്ങൾ അണിനിരക്കുന്ന മനുഷ്യച്ചങ്ങല. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകും. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം മുനമ്പം വിഷയത്തിൽ BJP അല്ലെങ്കിൽ RSS അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം വളരെ വലിയ രീതിയിലുണ്ട്. അവർക്ക് സമരം ചെയ്യുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? കാരണം അവരുടെ കിടപ്പാടങ്ങൾ പോലും പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ ഭൂമാഫിയാണ്, റിസോർട്ട് മാഫിയാണ് എന്നെല്ലാം വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും എല്ലാം പറഞ്ഞപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവരെല്ലാം കുടിയേറ്റക്കാരാണ്, അവരെ ഉടൻ തന്നെ കുടിയൊഴിപ്പിക്കുമെന്ന് വഖഫ് മന്ത്രി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായി അവരെ വീണ്ടും ദ്രോഹിക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ അവർ മറ്റൊരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 മുനമ്പം തീരദേശ ജനത തുടങ്ങിയ നിരാഹാര സമരം, റിലേ നിരാഹാര സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. 33 ദിവസം ഈ സമരം പിന്നിട്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതലേ BJP ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ മാത്രമാണ് മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായിട്ട് മുന്നോട്ട് വന്നത്. പ്രത്യക്ഷ സമരവും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടുള്ള പിന്തുണയും ഈ പറയുന്ന സംഘടനകളൊക്കെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമരസമിതി നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 22-ന് ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിന് ശേഷമായിരിക്കാം കൂടുതൽ കാര്യങ്ങളിൽ ഒരു നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു അന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മുനമ്പം സമരസമിതി നേതാക്കൾ പറഞ്ഞത്. പക്ഷെ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വെറുതെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ മുനമ്പത്തെ തീരദേശ ജനതയെ ഒന്ന് അവരുടെ നിലപാടിന് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ആ ഒരു രീതിയിൽ ഇടപെടൽ നടത്തിയത്. കാര്യമായിട്ടുള്ള പ്രതിഫലനമൊന്നും അത് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. എന്തായാലും 22-ലെ യോഗത്തിലാണ് ഇനി മുനമ്പം തീരദേശ ജനത പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് SNDP അടക്കമുള്ള സംഘടനകൾ യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഈ മുനമ്പത്തെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളാണ് മുനമ്പം പ്രദേശത്ത് ഉണ്ടാകുന്നത്. അതായത് നിലവിൽ വൈകുന്നേരം 3:30 SNDP യോഗത്തിന്റെ വൈപ്പിൻ യൂണിയന്റെ വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നുണ്ട്. ഏകദേശം 5000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ഈ ചെറായി ഭുവനേശ്വരി ക്ഷേത്ര മൈതാനിയിൽ ഒരു പൊതുസമ്മേളനം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. മറ്റ് നേതാക്കളും പങ്കെടുക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് സമുദായ സംഘടനയായിട്ടുള്ള SNDP രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ വിവിധ ഇടവകകൾ ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും എത്തുന്ന കാഴ്ച നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും ഏകദേശം 610 കുടുംബങ്ങളാണ് ഈ കുടിയിറക്ക് ഭീഷണി, അതായത് വഖഫ് അധിനിവേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. 405 ഏക്കറോളം ഭൂമിയിലാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ അതിൽ ഭൂരിപക്ഷം ഭൂമിയും കടലെടുത്തു പോയൊരു സാഹചര്യത്തിൽ ഏകദേശം 190-ഓളം ഏക്കർ ഭൂമിയിലാണ് നിലവിൽ അവകാശവാദം ഉന്നയിച്ചതും അവിടെ നിന്നും കുടിയിറക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ 610 കുടുംബങ്ങൾക്കുമുള്ളത്. എന്തായാലും ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ റിലേ നിരാഹാര സമരം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇടതു വലതു മുന്നണികൾ കാര്യമായിട്ടുള്ള ഒരു ശബ്ദമുയർത്തിക്കൊണ്ട് മുനമ്പം തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് കേവലം സമരസമിതി നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയും സമരപന്തലിൽ വന്ന് തങ്ങൾ പിന്തുണ നൽകുന്നുണ്ടെന്ന് വാക്കുകളിലൂടെ മാത്രമാണ് അവർ പറയുന്നത്. പ്രവൃത്തിയിൽ അത്തരമുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും നിലവിൽ SNDP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും വഖഫിന് ഈ ഭൂമി വിട്ടുകൊടുക്കുവാനും മുനമ്പത്തെ തീരദേശ ജനതയെ അവിടെ നിന്ന് ഇറക്കി വിടുവാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതിനൊപ്പം തന്നെ മുനമ്പത്തെ
മുനമ്പത്തെ തീരദേശ ജനത നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കൃത്യമായിട്ട് സ്ത്രീകൾ കുട്ടികളടക്കമുള്ളവരൊക്കെ തന്നെ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനമെമ്പാടും വഖഫ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ തന്നെയാണ് മുനമ്പത്തും ഈ ഒരു പ്രശ്നം ഉദിച്ചു വന്നതും ആ ഒരു വിഷയം സംസ്ഥാനമെമ്പാടും വലിയ രീതിയിലേക്ക് പ്രാധാന്യത്തോടുകൂടി നോക്കിക്കണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും. എന്തായാലും നിലവിൽ ഏകദേശം 33 ദിവസമാണ് ഈ മുനമ്പത്തെ തീരദേശ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരം 3:30ക്കാണ് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു മനുഷ്യച്ചങ്ങല തീർക്കുക. എന്തായാലും വിവിധ സംഘടനകൾ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഓരോ ദിവസവും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. ദേവിക. ശരി രേഷ്മ.